ഇന്ദ്രൻ ആഗതനായപ്പോൾ അദ്ദേഹം തടഞ്ഞു. പാറാവുകാരാ, എന്നെ അകത്തേക്ക് വിടൂ. ദ്വാരപാലകൻ ആരാണെന്ന് തിരിച്ചറിയുവാനാവാതെ ഇന്ദ്രൻ അവജ്ഞയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പരമശിവനെ കണ്ട് സംസാരിച്ച് ഒരു കാര്യം തീർപ്പാക്കേണ്ടതുണ്ട്. ഭഗവാൻ ഇന്ദ്രന് എന്തു കാര്യമാണ് തീർപ്പാക്കുവാനുള്ളത്? ദ്വാരപാലകൻ അത്ഭുതത്തോടെ ഇന്ദ്രനെ നോക്കി ചോദിച്ചു. ഇന്ദ്രൻ അദ്ദേഹത്തെ ഗൗരവത്തോടെ നോക്കി, ഞാൻ ശിവനേക്കാൾ ശക്തനാണെന്ന് എനിക്ക് തെളിയിക്കണം. ഇന്ദ്രൻ തൻ്റെ വജ്രരോഷത്തോടെ പറഞ്ഞു. അത് കേട്ട ദ്വാരപാലകൻ ആശ്ചര്യം പ്രകടിപ്പിച്ചു. എൻ്റെ ജോലി പരമശിവനെ കാക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ ശക്തി ആദ്യം എൻ്റെ മുൻപിൽ പ്രകടിപ്പിക്കാത്തത്? അതിനുശേഷം പരമശിവനെ കണ്ടാൽ മതിയാവില്ലേ? ആ അവഗണന ഇന്ദ്രനെ കുപിതനാക്കി. ദ്വാരപാലകൻ പരസ്യമായി വെല്ലുവിളിച്ചപ്പോൾ ഇന്ദ്രന് ഒരേറ്റുമുട്ടൽ നിരസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പോരിന് തയ്യാറായി. ഇന്ദ്രനും ദ്വാരപാലകനും യുദ്ധം തുടങ്ങി. ദ്വാരപാലകൻ ഉജ്ജ്വലമായി പോരാടി. അദ്ദേഹത്തിൻ്റെ കോപം വർദ്ധിച്ചു വരുന്നത് ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ കാവൽക്കാരൻ വളരെ ശക്തിയോടെ ഇന്ദ്രനെ പിന്നിലേക്ക് തള്ളി വീഴ്ത്തി. ഇന്ദ്രൻ എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്നൊരു മിന്നൽ പിണർ ഉണ്ടായി. ഒരു സാധാരണ ദ്വാരപാലകന് ഒരിക്കലും അദ്ദേഹത്തെ തള്ളി വീഴ്ത്താൻ കഴിയില്ല. കാവൽക്കാരൻ ശിവനല്ലാതെ മറ്റാരുമാകാൻ ഇടയില്ലെന്ന തിരിച്ചറിവ് ഭയത്തോടെ ഇന്ദ്രനിലുണ്ടായി.